ക്രൂശാരോഹണത്തിനായി എഴുന്നള്ളുകയും ചെയ്തു. ജീവദായകമായ പീഡാസഹനങ്ങൾക്ക് മുൻപ് അവൻ തന്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത് ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. മുറിച്ച് തന്റെ പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനായി നൽകപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുകയും, ഇത് എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ ഭക്ഷിക്കുകയും കാസായിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്നെ ഓർമ്മ നിങ്ങൾ അനുഷ്ഠിക്കുവിനെന്നപ്പോൾ തന്നെ അവൻ കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങളുടെ മനുഷ്യരോട് താല്പര്യമുള്ളവരെ നിന്റെ ദൈവിക വ്യാപാരങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ബലഹീനദാസരും പാപികളുമായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കാലാവസാനത്തിൽ നീ പ്രത്യക്ഷപ്പെടുകയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഈ ആരാധകരിൽ കരുണ തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിക്കണമേ. നിന്റെ സഭ മുഴുവനും നീ മുഖാന്തരം നിന്റെ പിതാവിനോട് പൂർവ്വം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാഥാ, നിന്റെ കൃപകൾ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ആരാധകർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദയവായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഓരോ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ തുറക്കുമാകുന്ന ഞങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം സമൃദ്ധിയും ഉണ്ടാകണമേ. എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളെല്ലാവരോടും കരുണ
നമ്മുടെ മേൽപ്പെട്ട കനാവന്മാർ ജോസഫ്മാർ തോമസ് മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളെല്ലാം എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശിഷന്മാർ ഷെമാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നിഷ്കളങ്കരായി ജീവിച്ചുകൊണ്ടതിന് ജനത്തെ വിശുദ്ധിയിൽ നയിക്കുവാനും അങ്ങനെ തിരുനാമമഹത്വത്തിന് അനുയോജ്യമായ ആത്മീയ ജനമായി നിന്റെ സഭയെ നിനക്ക് കാഴ്ചവെക്കുവാനും ഇടയാക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരിശീലനം ഞെരുക്കത്തിനും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിഷ്കളങ്കരായി ജീവിക്കുവാനും നല്ലവനും മഹാകാരുണ്യവാനുമായ നാഥനെന്ന നിലയിൽ നീ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളെയും അവരോട് കാണിക്കുന്ന ദയനെയും നന്ദിപൂർവ്വം തിരിച്ചറിയുവാനും ഇടയാക്കണമേ. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസികളായ ഭരണാധിപന്മാരുടെ സഹായത്തിന് നിന്റെ മാലാഖമാരുടെ ഗണങ്ങളെ അയച്ചു കൊടുക്കണമേ. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും ദേവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായെയും നിബിയന്മാർ സ്ത്രീയന്മാർ പ്രസംഗർ ഏവൻജലിസ്തന്മാർ സഹോദരന്മാർ മഹോദയന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ എല്ലാം മാധ്യസ്ഥത്തിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. അവരെ പോലെ നിന്റെ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കുറ്റമില്ലാത്തതും ശ്ലൈകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദുർവ്യാഖ്യാനത്താലോ അവരുടെ സത്യോപദേശങ്ങളെ ഭേദപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകരുതേ. പിന്നെയോ നിനക്ക് പ്രീതികരമായ നൈർമല്യത്തോടും നിഷ്കളങ്കതയോടും കൂടെ നിന്റെ നേർവഴിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും
മരിച്ചവരിൽ നിന്ന് വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നമ്മെയും അവരെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളവരുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോനെ നേരണം. സകല മരിച്ചുപോയവരും കാരുണ്യവാനായ നിന്നെ കുറിച്ചുള്ള പ്രത്യാശയിൽ വിശ്രമിച്ച് നിന്റെ കരുണയ്ക്കായി നോക്കി പാർക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ജീവപ്രദമായ സ്വരം കേൾക്കുവാൻ അവരെ അർഹരാക്കണമേ. നിന്റെ കൃപയാൽ സമാധാനപരമായ മരണം ഞങ്ങൾക്ക് തരണമേ. ദൈവോ ഞങ്ങളുടെ അവിവേകങ്ങൾ ക്ഷമിക്കണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതൻ മാത്രമേ ലോകത്തിൽ പാപമില്ലാത്തവനായി കാണപ്പെട്ടിട്ടുള്ളൂ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി യേശുവിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ അതിക്രമങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംഭൂജ്യവുമായി നല്ല നാമനിടത്തായുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങൾ മുഖാന്തരവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. നാം പ്രാർത്ഥിക്കണം. ആഘോഷിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും മൗഖീകരിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന കാരുണ്യവാനാം ദൈവമേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ഉച്ചത്തിൽ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഇളയദാസരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ ഇപ്രകാരം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷ
കാരണക്കാരനായ പിശാചിൽ നിന്നും വക്രവും ദുഷിച്ചതുമായ അവന്റെ മാർഗങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനുമുള്ളതാകുന്നു. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ളവർക്ക് അവന്റെ മുൻപാകെ നാം തലവനിക്കണം. നിന്റെ ഈ മദ്ബഹായുടെ മുൻപാകെ തലകൾ വണങ്ങി നിൽക്കുന്ന നിന്റെ ഈ ദാസന്മാരെയും ദാസിനികളെയും പൈതങ്ങളെയും നീ ആശീർവദിക്കണമേ. ആപത്തുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഇവരെ വിടുവിക്കണമേ. ഓശോ സമാധാനമുണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും
King